സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ കാലവർഷത്തെ വീണ്ടും ശക്തിപ്പെടുത്താൻ ഇത് സഹായിച്ചേക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ദുർബലമാകുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതിന് കാരണം എൽ നിനോ പ്രതിഭാസമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. മൺസൂണിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജൂൺ 10 തീയതിക്ക് ശേഷം വലിയ തോതിൽ മഴ പെയ്തില്ല എന്നതാണ് കാര്യം. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും മൺസൂൺ മഴയുടെ ശക്തി കുറഞ്ഞു. എന്നാൽ ഇന്ന് പുലർച്ചെയോടെ വീണ്ടും കേരളത്തിൽ മഴ തിരികെ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ മുന്നറിയിപ്പിലും ഇപ്പോൾ അടിമുടി മാറ്റവും വന്നു. ഇന്ന് മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീവ്രമഴ കണക്കിലെടുത്ത കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയും പെയ്യും. അതിനാൽ ഇവിടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. സൊമാലിയൻ തീരം, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇതുകൂടാതെ അടുത്ത ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം കാലവർഷത്തെ വീണ്ടും ശക്തിപ്പെടുത്താൻ സഹായിച്ചേക്കുമെന്നും പറയുന്നു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മുതൽ അറബിക്കടൽ വരെ കേരളത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന ന്യൂനമർദ്ദ പാത്തിയാണ് നിലവിലെ മഴയെ സ്വാധീനിച്ചു വരുന്നത്. ഇതിനു പുറമെ ആന്ധ്രാപ്രദേശിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിലും തമിഴ്നാട്ടിലും മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.